വിവാഹ ശുശ്രൂഷയിലേക്ക് കടന്നു നിൽക്കുമ്പോൾ ആമുഖമായി ചില കാര്യങ്ങൾ ഗുണവാണെയും ഗുണവാട്ടിയെയും കൂടി വന്നിരിക്കുന്ന ഏവരെയും ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പൂർത്തീകരണത്തിനായിട്ട് ദൈവം തമ്പുരാൻ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഒന്നാണ് വിവാഹം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് പറയുന്നല്ലോ, ഇനി ഇവർ രണ്ടല്ല ഒന്നാവുന്നു, അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ. ദൈവമാണ് ഈ വിവാഹ ഉദാശയിൽ കൂടി ഇവരെ ഒന്നാക്കുന്നത് എന്നുള്ള ചിന്ത ഈ മണവാളൻ്റെയും മണവാട്ടിയുടെയും ഹൃദയത്തിൽ ആജീവനാന്തം ഉണ്ടായിരിക്കണം എന്ന് സഭയും സമൂഹവും ആഗ്രഹിക്കുന്നു. ഈ വിവാഹ ഉദാശയിൽ കൂടി ഒന്നാക്കപ്പെട്ട് ഒരു പുതിയ ക്രൈസ്തവ കുടുംബം രൂപമെന്ന ഒരു ശുഭമുഹൂർത്തമാകുന്നത് കുടുംബത്തെ സംബന്ധിച്ച് ദൈവം ഏതെന്തോട്ടവും സർവ്വജരാജങ്ങളെയും ആദാമിനെയും സൃഷ്ടിക്കുന്നതിന് ശേഷം ആദാമിനെ പരാമർശിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ എന്ന് പറയുകയാണ്, ഇവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഇവനെ തക്കതായ തുണയെ കണ്ടെത്തുന്നു. തക്കതായ തുണയെ കണ്ടെത്തുന്നത് ഇപ്പോൾ ദൈവം തമ്പുരാൻ തന്നെയാണ്. നിങ്ങളുടെ വീട്ടുകാരും കൂടി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പുറകിൽ ഒരു ദൈവ നിശ്ചയമുള്ള എന്നുള്ള കാര്യം വിശ്വസിക്കുന്നു. ദൈവം എങ്ങനെയായിരുന്നു ആദാമിന് തക്കതായ തുണയെ കണ്ടെത്തിയത്? ആദാമിൻ്റെ ഒരു ഗാഠനിദ്ര വരുത്തിയതിന് ശേഷം ആദാമിൻ്റെ വായിൽ നിന്ന് വലിച്ചുപിടിയെടുത്ത് ശരിയായ രൂപം നൽകി ആദാമിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ ആദാം പറയുകയാണ്, എൻ്റെ മാംസത്തിൻ്റെ മാംസവും എൻ്റെ അസ്ഥിയിൽ അസ്ഥിയും എന്നുള്ളതായി സ്വീകരിക്കും. ദൈവം എന്തുകൊണ്ടാണ് ഈ ഭാര്യയിൽ തന്നെ സ്ത്രീയെ സൃഷ്ടിച്ചത് എന്ന് എന്നോട് ചോദിച്ചിരുന്നാൽ ഞാൻ ലോജിക്കലായിട്ട് ഒരു മറുപടി പറയാറുണ്ട്. ഹൃദയത്തെ ആവരണം ചെയ്യുന്നതാണല്ലോ ഭാര്യയിലും. ഹൃദയപരമായി ഭാര്യയും ഭർത്താവും അടുത്ത് തന്നെ ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ ഭാര്യയിൽ തന്നെ സ്ത്രീയെ സൃഷ്ടിച്ചത് എന്ന് ഞാൻ എപ്പോഴും പറയാം. 38 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വന്തം രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആദാമിനെ മാത്രമല്ല, ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചത് ദൈവ സാദൃശ്യത്തിലും ദൈവ സ്വരൂപത്തിലുമാണ് എന്ന് നോക്കുകയാണ്. ദൈവ സാദൃശ്യത്തിലും ദൈവരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ പരസ്പര തടസ്സത്തിൽ അവർ ആരെയാ കാണുന്നത്? ദൈവത്തെ തന്നെ കാണും. ഏതോ ദിവസവും സാക്ഷിക്കുന്നു. ഈ കുഞ്ഞുങ്ങളോട് അവർ പറയും, ഏതൻ തോട്ടത്തിലാണ് ഇവരെ പാർപ്പിച്ചത്. ഏതൻ തോട്ടത്തിലെ സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാകുന്നത് 30 പുസ്തകത്തിൽ മൈനൂട്ടായിട്ട് വായിച്ചാൽ മതി. 3-ാം പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഉച്ച മനുഷ്യൻ. ദൈവത്തിൻ്റെ കാലച്ച് കളക്കുന്ന അനുഭവമായിരുന്നു അവർ ഏതൻ തോട്ടത്തിൽ അവർ ലഭ്യമായിരുന്നത്. നിങ്ങളുടെ ഈ കുടുംബ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുണ്ടാവണം എന്ന് സഭയും സമൂഹവും ആഗ്രഹിക്കുന്നു. എല്ലാ സമയങ്ങളും വിവാഹ ശുശ്രൂഷ കഴിഞ്ഞാൽ ഉടനെ തന്നെ മൂന്നാമതായി സഭ കണ്ടതിലേക്ക് നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ജീവിക്കുന്നെങ്കിൽ ദൈവത്തോടുള്ള ഒരു നിമിഷം കൊണ്ടാകാൻ നഷ്ടപ്പെടുമ്പോൾ കൂടായിരുന്നു. ദൈവം മാനവ ദർശനത്തിൽ പോലും ദൈവത്തെ കണ്ട് സന്തോഷകരമായി ജീവിച്ച് ആദാമുമായി കുറ്റം ചെയ്തതിന് ശേഷം അവരവരുടെ കുറ്റം മണത്ത് തെറ്റുന്നതുകൊണ്ട് തലയിലോട്ട് ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നത് വേദോത്സവം സാക്ഷിക്കും. ദൈവം രണ്ടുപേരെ വിളിച്ചു നിർത്തി ഉച്ചവിചാരം നടത്തുന്നവർ ചോദിച്ചു, ആദാമിന് ചോദിച്ചു, നീ ഈ വൃക്ഷത്തിന് ഫലം ഭക്ഷിച്ചോ? ആദാം പറഞ്ഞ മറുപടി വായിക്കുന്നത് ഞാൻ ഇപ്പോൾ ഉള്ളിൽ ചിരിക്കാറുണ്ട്. വക്കീലന്മാർ പറഞ്ഞുകൊണ്ട് മറുപടി ആദാം പറഞ്ഞു, എന്നോടുകൂടി ഇരിക്കുന്നതിന് നീ തന്ന സ്ത്രീ കണ്ടു ഞാൻ തിന്നു. ഈ സ്ത്രീയെ കണ്ടുപിടിച്ച നീ കുറ്റക്കാരൻ, ഈ സ്ത്രീ കുറ്റക്കാരനുമായി ആദാം കൈവഴി മാറുകയാണ് ചെയ്യുന്നത്. സ്ത്രീയോട് ചോദിച്ചു പറഞ്ഞു, സർപ്പം കണ്ടിട്ട് പറഞ്ഞു നീ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നു. രണ്ടുപേരും അവർ ചെയ്ത കുറ്റം അങ്ങോട്ട് ഏറ്റു പറയുന്നു. ആരാണ് കുറ്റമേറ്റു പറയാവുന്നത്? അനുതാപമില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമകളാണ് അപ്പോൾ ആരംഭിച്ചത്. ചുരുക്കി പറഞ്ഞിരുന്നാൽ ആദാമിൻ്റെയും ഹവ്വായുടെയും വ്യക്തിത്വത്തിൽ പോലും വലിയൊരു മാറ്റം സംഭവിക്കുന്നു.
സഹോദരനെ വെളിപ്രദേശത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി വലയുന്നതായിട്ട് വേദവസ്വം സാക്ഷിക്കുന്നുണ്ട്. കൊലപാതകയായിട്ടുള്ള കാരണം നൊയമ്പിൽ എത്തിച്ചതിന് ശേഷം കുടുംബ ബന്ധത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് സഭ പറയുന്നത് നൊയമ്പിൽ വിവാഹം കഴിക്കുന്നത് പഠിപ്പിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വത്തിൽ അവിടെ തന്നെ കാണാൻ സാധിക്കും. എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് വിളക്കെന്ന് പറയുന്നത്. ഏതെങ്കിലും ഓട്ടത്തിൽ ദൈവത്തിന് വരാൻ ഉപയോഗിച്ച് അത് വിവരപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ സംബന്ധിച്ച്, കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് പുതിയ നിയമത്തിലേക്ക് നാം ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ്ലീഹ വേറെ ചിത്രം വരച്ച് കാണിക്കാൻ എഫേസ്യരുടെ ലേഖനം ഇവിടെ ശുശ്രൂഷാമതി ആരെങ്കിലും ഒരാൾ വായിക്കും. പൗലോസ്ലീഹയുടെ ഉദ്ദേശം ക്രിസ്തു വിശദീകരിക്കുന്നതിന് വേണ്ടി ഗുണം നടത്തുകയാണ്. ഇത് വലിയൊരു രഹസ്യമാണ്. ഞാൻ സഭയെ സംബന്ധിച്ചുമാകുന്നു പറയുന്നതെന്ന് പറഞ്ഞ് അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു ബന്ധത്തിലേക്കാണ് മണവാട്ടി ആദ്യം പള്ളിയിൽ വരണം ബന്ധപ്പെട്ടിരിക്കുന്നത്. മണവാട്ടി കാത്തിരിക്കണം. പലപ്പോഴും ഇതൊക്കെ നിശ്ചയിക്കുന്ന ഫോട്ടോഗ്രാഫർമാർ അവരെ കിട്ടുന്നവരെ കിട്ടുന്നു. ഇവരെ സഭയുടെ ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് നഷ്ടപ്പെടുന്നു. ഈ വിവാഹാശനാമത്തേത് മോതിരപ്പാടിൻ്റെ ശുശ്രൂഷ. രണ്ടാമത്തേത് മോതിരപ്പാടിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വിവാഹം നിങ്ങളുടെ വീട്ടുകാരും തീരുമാനങ്ങൾ ശരി തന്നെ അംഗീകരിക്കുന്നത് ഈ മോതിരപ്പാടിൻ്റെ ശുശ്രൂഷ ഇവിടെ ഈ മണവാളത്തിന് വേണ്ടി മണവാട്ടിന് വേണ്ടി ആവശ്യിച്ച് അവരെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷ വിവാഹം അതിനുപയോഗിക്കുന്നത് കുരിശുള്ള ക്രിസ്ത്യാനികളുടെ മകുടമെന്ന് പറയുന്നത് കുരിശാണ്. അതുകൊണ്ടാണ് ഇവരെ വാഴ്ച അണിയിക്കുന്നത് എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ഭാരതീയമായ പാരമ്പര്യം ഏറ്റവും കൂടുതൽ സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ പള്ളിയുടെ നടുവിൽ കാണുന്ന വിളക്ക് എവിടുന്ന് വന്നതാണ്. ഇത് ഭാരതീയമായ പാടുണ്ട്. എവിടുന്ന് വന്നു? ഭാരതീയമായ പാരമ്പര്യത്തിൽ നിന്നു. ഇവിടെ സ്ത്രീകളുടെ കഴുത്തിലുള്ള ഇന്നത് പറയുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഭാര്യയുടെ കഴുത്തിൽ അണിയിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ചിഹ്നമാണ് അത് എന്ന് മാത്രമേ ഉള്ളൂ. അതെന്തും ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് 1 മണിക്കൂർ 5 മിനിറ്റ് അതായിരിക്കും. ചില സ്ഥലങ്ങളിൽ ഞാൻ കാണുന്നത് നിന്ന് കെട്ടിക്കഴിയുന്ന ആളുകൾ അതുകൊണ്ട് ചില ഓൾ ചെയ്യിപ്പിക്കാനുള്ള തൊഴിലാളികളുടെ എല്ലാ കാര്യങ്ങളും വളരെയേറെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള കുടുംബമാണെന്ന് സാക്ഷിക്കുന്നതിന് സന്തോഷമുണ്ട്. ഇവരുടെ വിവാഹത്തെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും തെളിയുന്നതായി ഞങ്ങളോട് ഞാൻ ശുശ്രൂഷയിലേക്കാണ്. സൂക്ഷിക്കണമേ, ചെറുതയുള്ള ആത്മാനീനുള്ള തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാനെ എടുക്കരുതേ. താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ അതിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമേ, രക്തത്തിൽ എന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാളിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, നഗരങ്ങൾ എനിക്ക് ഉറക്കണമേ. എന്റെ വാതിന്റെ സ്തുതികൾ പാടുമെന്നാൽ ബലിയുള്ള നിരമനസ്സായില്ല, ഹോമങ്ങൾ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. ചെയ്യണമേ, മതിലുകൾ പണിയണമേ. അപ്പോൾ നീതികളുടെ ഹോമങ്ങൾ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിയുടെ കാണൽ ബലി ആഗ്രഹിക്കും. ദൈവമേ, സുഖനി കേൾക്കുവാനോ പാർക്കുമോ. മനോലം വാദോലം നീരാമേ വാസികളെ സന്തോഷിപ്പിച്ചോ. ഭക്ത കരുണ കരുണാദേ മശീഹ സന്തോഷം രക്ഷകരേ വൈദിക തിരുനാമത്തിൽ നൽകിയിടും. മോതിരഘോഷകളെ സദയം വാഴ്ത്തോ.
പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യത്തിലുണ്ടാകുകയും ചെയ്യണമേ. ഹോശോ വബുകുല സുബാൽ നൽകുക നമ്മൊഴി മാനസമേ ഹല്ലേലൂയ സേവിക്കും ജ്ഞാനരചനയും മുരചിയും വർഷിച്ചാണ്ടുവരി അതരത്തിൽ ഹല്ലേലൂയ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി നാമത്തുമോ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സോദരവും പ്രഭയും പോഴ്ചയും മാഞ്ഞുപോകാത്തതായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാറയ്ക്കുമോർ വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തൻ്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോതിരവാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവ്വവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദേവീ അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറവനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു.
തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദയവോടെ അതിന് നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവെ, ഇപ്പോൾ ഈ വന്യപിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീയ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവെ, ഇഹത്തിലും വരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുകയും നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ തരത്തിൽ വരെ അലങ്കരിക്കുകയും ഇറയന്മാരും മലാഹമാരും ഇവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവെ, തിരുമുൻപാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വാതന്ത്ര്യരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിസരവുമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശു വകുലസുമാൻ ലവൽമീൻ ബാറകിമാ ഹൃദയ പരിപാലന സഭയെ ബാലോകാന്തം എന്താനം ഇവരെ ആഹ്വാനം മോഹിക്കാ
എടുപ്പമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹനിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പരം വിവാഹനിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ ഇവരെ നീ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ കരുണയാലും പകലുമായ കൃപയാലും ഈ മോദനങ്ങളെ ആസ്വദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിസരമാണ് ഈ നാമത്തിൽ ഈ മോദനങ്ങൾ ആസ്വദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ഫലത്തെ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ നിശ്ചയത്തിനുള്ള ഈ മോരത്തോടു കൂടി അവിടുത്തെ കൃപയനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപൂർണ്ണമായി വലങ്കി ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടി ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ ഫലത്തെ അദൃശ്യമായ ഞങ്ങൾക്ക് നീട്ടപ്പെടുകയും പരിശുദ്ധ ശ്ലീഹന്മാരെന്നതുപോലെ വിശുദ്ധ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ ചെയ്തിട്ടുള്ള മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധരുമായി നീ സ്തുതിയേറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്നെ വിശുദ്ധൽ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ ദിശയെ കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണമാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോദങ്ങളുടെ സ്വർഗീയമായ അനുഗ്രഹം ഇവർക്ക് നൽകുകയും പരിമാകതയാൽ വലിയ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയത്തെയും സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോദങ്ങളുടെ പൂർണ്ണനാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശ്വാസവും അക്ഷയമായ മനോരഭൂഷങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണാലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെളുപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സമാഗുണത്തിമാർന്നാവ് സംഗതിയാക്കട്ടെ. സകല കപടസ്നേഹത്തെ ഇവരിൽ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. സുരഭിലങ്ങളായ സൂചാന പുഷ്പങ്ങളെക്കാൾ പരിപാകതയിൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യ കയ്യിൽ നിന്ന് ദൈവരെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മലമാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്നെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായി സമ്പൽവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസം ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്നേഹിക്കുവാനും ഇവരുടെ മക്കൾക്ക് തന്നെ അവകാശമായി നൽകുവാനും കൃപയരണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക്
നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായ മണവാളിനെയും മണവാട്ടിനെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിസരവുമായുള്ളവേ ഞങ്ങളെല്ലാവരുടെ പേര് നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഓശോ മോഹുരമായ